ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ. ശരി, അപ്പൊ നമുക്ക് എസ്റ്റിമേറ്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്തിരുന്ന ക്ലാസ്സുകളിലൊക്കെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതായിരുന്നു ഒരു എസ്റ്റിമേറ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നമുക്ക് എത്ര തരത്തിലുള്ള എസ്റ്റിമേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങാനായിട്ട് കടയിൽ പോകും. അപ്പൊ നമുക്ക് കുറച്ച് തക്കാളിയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് മേടിക്കാം. ഓറഞ്ച് മേടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു കുറച്ചിങ്ങനെ കൂട്ടി വെച്ചിരിക്കും. അപ്പൊ അത് എത്ര കെ ജി എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പറയുന്നു ആ ഓറഞ്ച് എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അവർ ഇത്ര രൂപ എന്ന് പറയും. അതിൽ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ സഹിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മളൊക്കെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയും. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേഷൻ നമുക്ക് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് എങ്കിൽ ഈ ബിൽഡിങ്ങിന് എത്രയാണ് എസ്റ്റിമേറ്റ് എന്ന് ചോദിച്ചാൽ 6.54 ഇൻറ്റു 3.36 ഇൻറ്റു 10.76 എന്ന് എഴുതാം. ഫസ്റ്റ് എസ്റ്റിമേറ്റ് ഇതാണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ഒന്നും എടുക്കാനൊന്നും നിൽക്കുന്നില്ല, നമുക്ക് ഏകദേശം എത്ര രൂപയാകും എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാം, നമ്മൾ ഔട്ടർ ഡയമെൻഷനെ ഇൻറ്റു 3.36 ഇൻറ്റു 10.76 എന്ന് പറയുന്ന നമ്മുടെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാനുള്ള കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. അപ്പൊ 6.54 ഇൻറ്റു 3.36 ഇൻറ്റു 10.78 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര, ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 2000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ടൈപ്പിൽ നമുക്ക് ഇന്റീരിയർ ഒന്നും ഇല്ലാതെ കെട്ടി വാർത്ത് പൂശി ടൈൽസ് ഒക്കെ ഒട്ടിച്ച് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒക്കെ നടത്തി നമുക്ക് അത്യാവശ്യം താമസിക്കത്തക്ക നിലയിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഇൻറ്റു 2000 ആണ് നമ്മുടെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്പൊ ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ കോളേജിൽ പഠിക്കുന്ന ആ എസ്റ്റിമേറ്റ് കൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് കോളേജിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്തൊക്കെയാണ് എസ്റ്റിമേറ്റ് എടുക്കുക. പക്ഷെ ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഗുണിക്കുക, അതിനുശേഷം 10.7 സർ 7-6 അല്ലേ? 76 ആണ്, സോറി, 10.76 കൊണ്ട് ഗുണിക്കുക, 10.76 കൊണ്ട് ഗുണിക്കുക, 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇൻറ്റു 2000. അപ്പോൾ നമുക്ക് എത്ര രൂപയെന്ന് കിട്ടും. ഇനി ഇതിന് തന്നെ നമുക്ക് ചില കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓറഞ്ച് തന്നെ നമുക്ക് വില കുറച്ച് കൊടുക്കാറുണ്ട്. അതായത് കുറച്ച് ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ ഒത്തിരി കേടായിരിക്കാം, അല്ലെങ്കിൽ വലിപ്പക്കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വില കുറച്ച് കൊടുക്കും. ഇതുപോലെ 1800 ചെയ്യാം, 1600 ചെയ്യുന്നവരുണ്ട്, 1500 ചെയ്യുന്നവരുണ്ട്, ഇനി 2500 ചെയ്യുന്നവരുണ്ട്, 3000 ചെയ്യുന്നവരുണ്ട്. ഇതിൽ എന്ത് ചെയ്യും, ഐറ്റം കൂടും, ക്വാളിറ്റി മാറും, തടി മാറും, ടൈൽസ് മാറും, ഇലക്ട്രിക്കൽ മാറും, പ്ലംബിങ്ങിന്റെ ഐറ്റംസ് മാറും, ടൈൽസ് എന്നുള്ള ഗ്രാനൈറ്റിലേക്ക് മാറും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി റേറ്റ് കുറയ്ക്കുന്ന മെത്തേഡുകളുണ്ട്. അതായത് ഫൗണ്ടേഷന്റെ സൈസുകൾ കുറയ്ക്കുക, പാറ അടുക്കി കെട്ടുക, അതുപോലെ തന്നെ നമുക്ക് തടി എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുക, ബ്രിക്ക് വർക്കിന്റെ തിക്നെസ് കുറയ്ക്കുക, റൂഫ് സ്ലോപ്ഡ് റൂഫ് ആക്കിയിട്ട് ഷീറ്റ് റൂഫോ അല്ലെങ്കിൽ ഈ സ്റ്റീൽ ഫ്രെയിംസോ നമ്മൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ നമുക്കൊരിക്കലും അപ്രോക്സിമേറ്റ് റേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വർക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം വർക്കിന്റെ ഐറ്റംസ് എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നല്ല വർക്കുകളൊക്കെ കിട്ടും. എന്നാൽ ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഒരാൾക്ക് ജസ്റ്റ് എത്ര രൂപയാണ്, ചിലരൊക്കെ വന്ന് പ്ലാൻ വരച്ചിട്ടിരിക്കും, ആ സാറിന് എത്രയാണ് സാറിന്റെ കോൺട്രാക്ട് എഗ്രിമെന്റ് എന്ന് നമ്മളത് ചോദിക്കാറുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു 10.76 ഇൻറ്റു 2000. ഓക്കെ, ഇനി അതിൽ കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. ഇനി അടുത്ത ഒരു കേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് അടുത്തൊരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയുന്നത്. നമുക്കൊരു ബാങ്കിലേക്കൊക്കെ കൊടുക്കാനായിട്ട് എസ്റ്റിമേറ്റ് വേണം. അപ്പൊ ബാങ്കിലേക്കൊക്കെ കൊടുക്കാനായിട്ട് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൺസെഷന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല, എന്നാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും വേണം.
അതുപോലെ തന്നെ നമുക്ക് കൊട്ടേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാനും നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കാം. അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നമുക്കിത് എങ്ങനെ എടുത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഓരോ ഐറ്റത്തിനും റേറ്റ് ഇടും. അപ്പൊ നമുക്കിവിടെ കുറച്ച് ഐറ്റംസിനെ കുറിച്ച് നോക്കാം. അതായത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഒരു കോളം കാണിക്കാം. സാധാരണയായിട്ട് നമ്മളൊക്കെ എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോളമാണ് നമുക്കിപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഈ കോളത്തിൽ നമുക്കുണ്ടാകുന്ന റേറ്റുകളൊക്കെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഐറ്റം നമ്പറാണ്. ഏതൊക്കെ നമ്പറുകൾ, ഏതൊക്കെ ഐറ്റംസ് ആണ്, അതിന് ഐറ്റംസിൽ നമ്മൾ ഓരോ നമ്പറുകൾ കൊടുത്തു, ഇന്ന നമ്പറുകൾ കൊടുത്തു. അടുത്ത സ്പെസിഫിക്കേഷൻ ആണ്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണയായിട്ട് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതും. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഹാർഡ് സോയിൽ ഓർ ലൂസ് സോയിൽ, അല്ലെങ്കിൽ അപ് ടു ലൂസ് സോയിൽ, ഇനിഷ്യൽ ലിഫ്റ്റ് ഇത്ര, ഫൈനൽ ലിഫ്റ്റ് ഇത്ര, എന്നിട്ട് എക്സ്കവേറ്റ് ചെയ്ത മണ്ണ് പിന്നീട് റീഫിൽ ചെയ്യാൻ ഉപയോഗിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ സ്പെസിഫിക്കേഷനിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ സ്പെസിഫിക്കേഷനെ കുറിച്ചല്ല ഞാനിപ്പോൾ അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാൽക്കുലേഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഷീറ്റ് നിങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തേത് ഐറ്റം നമ്പർ, രണ്ടാമത് സ്പെസിഫിക്കേഷൻ, എന്ത് ഐറ്റത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമ്പറാണ്, എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ജനൽ വിൻഡോസ് ഇപ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ 1x10 എന്ന് പറഞ്ഞിട്ട് എത്ര ഐറ്റംസ് ഉണ്ടെന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എത്ര ഇതുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഴുതി പോകുന്നത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, ക്വാണ്ടിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആണ്. അടുത്തത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, എമൗണ്ട്. ഇവിടെ 1x1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി പോകാം. ഇത് 2 കോളം വേണമെന്നില്ല, ഒറ്റ കോളം ആയാലും മതി. നമ്പർ ഓഫ് ഇത് ഇവർ 1x1 എന്ന് എഴുതാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോളത്തെ ഒഴിവാക്കാം, ഈ ഒരു കോളം വേണമെന്നില്ല. ഓക്കെ, നമ്പർ മതി. L ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, അതൊക്കെ എഴുതിട്ട് 1x1 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. 1x1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1x1 ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, എമൗണ്ട്, ഇതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ, ഒരു കോളം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നമുക്കുണ്ട് ക്ലിയറിംഗ് ദി സൈറ്റ് ആണ്. ക്ലിയറിംഗ് ദി സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു വർക്ക് സൈറ്റ് ഉണ്ടാവും. ആ വർക്ക് സൈറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിത് മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തേതായിട്ട് വരുന്നത് നമുക്ക് 70x70 ആണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ 70 പക്ഷേ ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ് തന്നേക്കുന്നത് 70 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെൻട്രൽ ലൈൻ വരച്ചാല്, ഈ സെൻട്രൽ ലൈനിൽ നിന്നും അപ്പുറത്തോട്ട് 25 സെന്റിമീറ്റർ, 35 സെന്റിമീറ്ററും ഇപ്പുറത്തോട്ട് 35 സെന്റിമീറ്റർ, ഇങ്ങനെയാണ് 70 സെന്റിമീറ്റർ ആക്കി സെൻട്രൽ ലൈൻ മെത്തേഡാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു വർക്ക് എസ്റ്റിമേഷൻ എടുക്കാനാണ് പോകും. അപ്പൊ സെൻട്രൽ ലൈൻ മെത്തേഡിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിന്റെ എല്ലാ ഐറ്റംസിനും, അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ 70 സെൻട്രൽ ലൈനിലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷനും
PCCയും അതുപോലെ തന്നെ ഇതിന്റെ പാറകെട്ട്, ബേസ്മെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ ബെൽറ്റ്, കട്ടകെട്ട്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഔട്ടർ ഡയമെൻഷൻ സെയിം ആയിരിക്കും. അതായത് ഈ സെൻട്രൽ ലൈനിൽ നിന്നും നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എടുക്കുന്ന സമയത്ത് 35 സെന്റി വെളിയിലോട്ടും 35 സെന്റി അകത്തോട്ടും എടുക്കും. അടുത്ത് വീണ്ടും നമ്മൾ പാറ കെട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് 30 സെന്റിമീറ്റർ പുറത്തോട്ടും 30 സെന്റിമീറ്റർ അകത്തോട്ടും ആയിരിക്കും. അടുത്ത് 45 സെന്റിമീറ്റർ 22.5 വെളിയിലോട്ടും 22.5 അകത്തോട്ടും. അത് കഴിഞ്ഞ് ബെൽറ്റ് വരുമ്പോൾ 15 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും 15 സെന്റിമീറ്റർ അകത്തോട്ടും. അത് കഴിയുമ്പോൾ നമ്മുടെ ബ്രിക്ക് വർക്ക് കൃത്യമായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ഉപയോഗിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. അപ്പോൾ മറ്റു മെത്തേഡുകളൊന്നും തെറ്റെന്നല്ല. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. അപ്പൊ ഈ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം ഇതിന്റെ മൊത്തത്തിൽ അങ്ങ് ഇങ്ങനെ ഇതൊരു കാർഡ്ബോർഡ് പെട്ടിയോ അല്ലെങ്കിൽ ഒരു ബോക്സോ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ നീളത്തിനങ്ങാക്കും. അതായത് മൊത്തം ഈ 6.5 മീറ്റർ പ്ലസ് അതിന്റെ പെരിമീറ്റർ ഇങ്ങനെ മൊത്തം നീളത്തിലെടുത്തിട്ട് അത് എത്ര മീറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ കൂട്ടി എടുക്കുന്നതാണ് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ സെൻട്രൽ ലൈൻ നമ്മൾ കാണണം. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഔട്ടർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 6.54 ആണ് ഔട്ടർ ഡയമെൻഷൻ ആയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ 6.54 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇവിടുത്തെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ സെൻട്രലിലേക്ക് വരാനായിട്ട് ഈ എൻഡിൽ നിന്ന് ഒരു 9 സെന്റിമീറ്ററിന്റെ കുറവുണ്ടാവും. ഇപ്പുറത്തെ സൈഡിലും അതേ കണക്ക് തന്നെ ഇവിടെയും ഈ ഭിത്തിയുടെ സെന്റർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പൊ 9 9 18. അപ്പോ 6.54 മൈനസ് 18 ഇതാണ് നമ്മുടെ ഇവിടത്തെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന്റെ ഇത്. ഇതിന്റെ ഇവിടുന്ന് ഈ സെൻട്രൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.54 മൈനസ് 18 ഈക്വൽ ടു 6.36 എന്നായിരിക്കും. അപ്പോൾ നമുക്കൊരു വീടിന്റെ സെൻട്രൽ ലൈൻ കാണണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ ഡയമെൻഷൻ മൈനസ് ഒരു വാൾ തിക്നെസ് എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്. ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം ചെയ്യുന്നു, ഈ വീടിന്റെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇതിന്റെ സെന്റർ കിട്ടാനായിട്ട് വാൾ തിക്നെസ് 18 ആയതുകൊണ്ട് ഈ സൈഡിൽ 9ഉം ഇപ്പുറത്തും 9 ആയിരിക്കും. അപ്പോൾ 18 കുറയ്ക്കുക. അതായത് ഔട്ടർ ഡയമെൻഷൻ മൈനസ് ഒരു വാൾ തിക്നെസ്. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈനിലേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ 6.36 എന്ന് മതി. ഇനി ഇതേ കേസ് തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും. മറു സൈഡിൽ വരുമ്പോഴും ഇവിടെയും 3.36 ആണ് നമ്മുടെ ഔട്ടർ ഡിസ്റ്റൻസ്. അതിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, അതായത് 18 കുറയ്ക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ലൈൻ വരുന്നത് 6.36 എന്നും അതുപോലെ 3.18 എന്നും ആയിരിക്കും നമ്മുടെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പൊ ഒന്നുകൂടെ നോക്കാം. നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഔട്ടർ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഭിത്തിയുടെ സെൻട്രൽ ലൈൻ കാണാനായിട്ട് അതിന്റെ ഔട്ടറിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഔട്ടർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 6.54 ഇൻറ്റു 3.36. അതുകൊണ്ട് നമ്മൾ 6.54 നിന്നും ഒരു വാൾ തിക്നെസ് ആയ 18 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് 6.36 എന്ന്. തിരിച്ച് ഇങ്ങോട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 3.36 ആണ് നമ്മുടെ ഔട്ടർ ഡയമെൻഷൻ. അതിൽ നിന്നും ഒരു വാൾ തിക്നെസ് ആയ 18 കുറയ്ക്കും. അപ്പോഴത്തേക്കും നമുക്ക് 3.38 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇത് തമ്മിൽ നമ്മൾ കൂട്ടുക. അപ്പോ 6.36 പ്ലസ് 6.36 പ്ലസ് ഇവിടത്തെ 3.18. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് നോക്കാം. എന്നിട്ട് അതിന്റെ ഇരട്ടി എടുത്താൽ, അതായത് 2 ഇൻറ്റു L പ്ലസ് ബി ആണല്ലോ നമ്മുടെ പെരിമീറ്റർ. അപ്പോൾ 6.36ഉം നമ്മുടെ 3.18 കൂടെ കൂട്ടുക, എന്നിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് ചുവപ്പ് ലൈനിൽ നമ്മുടെ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചേക്കുന്നതാണ് നമ്മുടെ പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഓട്ടോ കാർഡിൽ വരയ്ക്കുന്നവർക്കാണെങ്കിൽ കുറെ കൂടി എളുപ്പം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഔട്ടർ ഡയമെൻഷനിൽ നിന്നും ഒരു 9 സെന്റിമീറ്ററിന്റെ ഓഫ്സെറ്റ് അകത്തോട്ട് ഇട്ടാൽ മതി. അതൊരു ലെയറിൽ നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് പോളി ലൈൻ വെച്ചിട്ട് നമുക്ക് ഈ ലെങ്ത് എത്രയെന്ന് ഒറ്റയടിക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുകയാണ്.
ആ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഔട്ടർ ഡയമെൻഷനിൽ നിന്നും ഒരു വാൾ ലെങ്തിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, ബ്രെഡ്ത്തിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്നത് ഇൻറ്റു 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിന്റെ ഔട്ടർ ഡയമെൻഷൻ ആവും, ഔട്ടർ പെരിമീറ്റർ ആവും. ഇപ്പൊ ഇത് റെക്ടാങ്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കേസിൽ എങ്ങനെയാണ് അവിടത്തേക്ക് കണ്ടുപിടിക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? ഒരാൾക്ക് പറയാമോ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു വീടിന്റെ ഔട്ടർ ഡയമെൻഷന്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുന്നത്? ഔട്ടർ വാൾ എന്നാണ് പറയുന്നത്, ഔട്ടർ വാളിന്റെ സെൻട്രൽ ലൈൻ കാണുന്നത്. ആരെങ്കിലും ഒരാൾ പറയും, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ആദ്യം നമ്മൾ ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നു. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആദ്യം നമ്മൾ ടോട്ടൽ ഒരു വാളിന്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് നമ്മുടെ വാൾ തിക്നെസിന്റെ പകുതി രണ്ട് സൈഡിലും കുറയ്ക്കുക. അതായത് ഔട്ടർ ലെങ്ത് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറച്ചാലും മതി, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ രണ്ട് വാളും അതുപോലെ കുറച്ച് കിട്ടുന്നതിനെ × 2 ചെയ്യുക. കാര്യം L × B+2 ആണല്ലോ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഔട്ടർ വാളിൻ്റെ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറച്ച് കിട്ടുന്ന ഒരു സൈഡും അതുപോലെ ടോട്ടൽ ലെങ്തിൽ നിന്ന് മറ്റൊരു വാൾ തിക്നെസ് കുറച്ച് കിട്ടുന്ന രണ്ടാമത്തെ സൈഡും തമ്മിൽ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ വാളിന്റെ ലെങ്ത് കിട്ടും. ഇതാണ് വാളിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തെറ്റുകൂടാതെ നിങ്ങൾ ചെയ്താൽ, നമുക്ക് ഈ വീടിന്റെ എസ്റ്റിമേറ്റിന്റെ 50% നിങ്ങൾ പഠിച്ചു തന്നതിനറിയാം. അതായത് ഏതൊരു വീടിന്റെയും ഔട്ടർ ലൈൻ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പറഞ്ഞോളൂ. ലെങ്ത് പ്ലസ് വിഡ്ത്ത് അല്ലേ വരിക? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2 അങ്ങനല്ലേ? മറ്റൊരാൾ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ പിന്നെ അതുകൊണ്ടാണ് അപ്പോഴേ എഴുതി കാണിച്ചത്. ഇൻറ്റു എന്നാണ് പറഞ്ഞത്, 2 × L × B എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, 2 × L+B ആണ്. അപ്പൊ ഈ L കിട്ടുന്നതിന് എന്ത് ചെയ്യണം? 6.54 മൈനസ് ഒരു വാൾ തിക്നെസ്. ഇപ്പൊ 23യുടെ വാൾ തിക്നെസ് ആണെങ്കിൽ നിങ്ങൾ 23 കുറയ്ക്കും. 12ന്റെ വാൾ തിക്നെസ് ആണെങ്കിൽ 6.54 മൈനസ് ഒരു വാൾ തിക്നെസ്. എത്രയാണോ നിങ്ങളുടെ വാൾ തിക്നെസ്, 20യുടെ വാളാണെങ്കിൽ 6.54 മൈനസ് 20. അപ്പൊ എത്രയാണോ നിങ്ങളുടെ വാൾ തിക്നെസ്, അതിന്റെ നിന്നും ഔട്ടർ ഡയമെൻഷനിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് L കിട്ടും. ബ്രെഡ്ത്തിന്റെ ഔട്ടർ ഡയമെൻഷനിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് ബ്രെഡ്ത്തിൻ്റെതും കിട്ടും. ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഔട്ടർ പെരിമീറ്റർ കണ്ടുപിടിക്കാം, ഔട്ടറിന്റെ സെൻട്രൽ ലൈൻ പെരിമീറ്റർ. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഈ വീടിനെ മൊത്തത്തില് ഇങ്ങനെ നീട്ടി അങ്ങെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തം നിവർത്തി ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് 6.36, അടുത്തതാണ്ട് ഈ ലൈൻ 3.18, അടുത്ത് വീണ്ടും 6.36, അടുത്ത് വീണ്ടും ഇത് 3.18. ഇങ്ങനെ 4 പാർട്ടുകളിനെ ഒരുമിപ്പിച്ച് ഒറ്റ ലൈനാക്കി എടുത്തു വയ്ക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ മെത്തേഡിന്റെ ബേസിക് തിയറി. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ബേസിക് തിയറി നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു വീടിനെ എടുത്ത് നമ്മൾ ഇങ്ങനെ കോമ്പൗണ്ട് വാൾ കെട്ടുന്നത് പോലെ നീളത്തിനെടുത്ത് വെക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ മെത്തേഡ്. അതിനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, ഔട്ടർ ഡയമെൻഷനിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുക, × 2, L+B × 2. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ വിഡ്ത്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്തിടും. ആ മാർക്ക് ചെയ്തിടുന്ന നിങ്ങൾ നോക്കാം, കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ നോക്കാം. അവിടെ ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത്. ആ സെൻട്രൽ ലൈനിൽ നിന്നും ചരട് പിടിച്ചിട്ട് 35 സെന്റിമീറ്റർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇവര് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കൂ, ഇതാണ് ഇവരുടെ സെൻട്രൽ ലൈൻ കുറ്റിയെങ്കിൽ സെൻട്രൽ ലൈൻ കുറ്റിയിൽ നിന്ന് 35 സെന്റിമീറ്റർ അപ്പുറത്തോട്ടും 35 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും വെച്ചിട്ട് ഇതാണ് ഇവരുടെ സെൻട്രൽ ലൈൻ കുറ്റിയെങ്കിൽ ഇതിൽ നിന്ന് 35 അങ്ങോട്ടും 35 ഇങ്ങോട്ടും എടുത്തിട്ട് നമ്മൾ കുറ്റി സെറ്റിംഗ് ഔട്ട് നടത്തുകയാണ്. ഇങ്ങനെ വാനത്തിന് മാർക്ക് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഓൾറൗണ്ട് ആണ് വരുന്നത്. അപ്പൊ അത് × 0.7 വാൾ തിക്നെസ് 0.7 ആകുമ്പോൾ നമുക്ക് ഇൻസൈഡും ഔട്ട്സൈഡും കൃത്യമായിട്ട് കിട്ടും. ഇതാണ് അടുത്ത തിയറി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവർ ഒരു സ്ഥലത്തൂടെ മാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം.
ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഈ സെൻട്രൽ ലൈൻ കുറ്റി നിൽക്കുന്നു. ഈ കുറ്റിയുടെ രണ്ട് സൈഡിലും ആയിട്ട് 70 ആണെങ്കിൽ 35 അപ്പുറവും ഇപ്പുറവും വരത്തക്ക രീതിയിൽ ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇതിന്റെ മധ്യത്തുകൂടി ഈ രണ്ട് വരയും കൂടെ മധ്യത്ത് കൂടിയായിരിക്കും പോകുന്നത്. അതിന്റെ 35 അപ്പുറവും 35 ഇപ്പുറവും വെച്ചിട്ടാണ് 35 വെച്ചിട്ടാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഇത് കാണുന്നത്. ഇനി നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്തത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. ഇതുപോലെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ എടുത്ത സെൻട്രൽ ലൈൻ കുറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഇതായിരിക്കും നമ്മുടെ സെൻട്രൽ ലൈൻ. ഇവിടെ ആയിരിക്കും നമ്മുടെ സെൻട്രൽ ലൈൻ. ഇതിന്റെ ഈ ഫൗണ്ടേഷന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ മധ്യത്തൂടി ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടൊന്നും ഇല്ലെന്ന് വെച്ചോളൂ, ഇങ്ങോട്ട് ഇല്ലെന്ന് വെച്ചോളൂ. എങ്കിൽ ഇവിടെ നമ്മുടെ മെഷർമെന്റ് എത്രയാണോ ആ മെഷർമെന്റിന്റെ 35 ഇങ്ങോട്ടും 35 ഇങ്ങോട്ടുമാണ് നമുക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് നമുക്ക് കിട്ടി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. അപ്പൊ ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എസ്റ്റിമേറ്റിലേക്ക് നമുക്ക് പോകാം. എസ്റ്റിമേറ്റ് കോളം നോക്കാം. അപ്പൊ ഇത് ഈ ഒരു വീടിന്റെ ഔട്ടർ ആണ്. ഈ ഔട്ടറിൽ ഇതുപോലെ നമ്മൾ 4 സൈഡിലും എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തി ഇടുന്നു. അപ്പൊ സെൻട്രൽ ലൈൻ വരച്ചു. ആ സെൻട്രൽ ലൈനിന്റെ 35 സെന്റിമീറ്റർ അപ്പുറത്തോട്ടും 35 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കുക, ഈ സെൻട്രൽ ലൈൻ കുറ്റിയുടെ 35 സെന്റിമീറ്റർ ഇങ്ങോട്ടും 35 സെന്റിമീറ്റർ ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് ഇൻറ്റു 70 ഇൻറ്റു ഡെപ്ത്. നമ്മളിപ്പോൾ ഒരു 75 ആണ് നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 75 എടുക്കുമ്പോൾ നമുക്ക് ആൾ റൗണ്ട് എന്നാണ് നമ്മൾ എഴുതാറ്. മൊത്തത്തിൽ എത്ര m³ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തണം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഔട്ടർ ഡയമെൻഷൻ മൈനസ് ഒരു വാൾ തിക്നെസ്, ബ്രെഡ്ത്ത് മൈനസ് ഒരു വാൾ തിക്നെസ് ഇൻറ്റു 2 ഇൻറ്റു L+B. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന്റെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എത്രയാണെന്ന് എടുക്കുന്നു, അതിന്റെ ഡെപ്ത് എത്രയാണെന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷീറ്റ്. ആ ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഐറ്റംസിൽ നമുക്ക് എഴുതാം. ഒരു വാളാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു വാളിന് ഒന്നെന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ, ഒറ്റ വാളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നെന്ന് തന്നെ ഇവിടെയും കൊടുക്കാം. 1. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോളം ഒഴിവാക്കിയിട്ട് 1 × 1 ഇവിടെ തന്നെ എഴുതാം. 1 × 1. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിയാവോ? ആരെങ്കിലും ഗുണിച്ചായിരുന്നോ ലെങ്ത്? ഒരാളൊന്ന് ഗുണിച്ച് പറയും. 3.6.36 പ്ലസ് 3.18 ഇൻറ്റു 2. അപ്പോഴേ വന്നിട്ട് എത്ര വന്നു? 19.08 ആണോ? ഓക്കെ ആണോ? അതെ. ഓക്കെ, അപ്പൊ 19.08 എന്ന് നമ്മൾ ഇവിടെ എഴുതുക. അപ്പൊ ഇവിടെ 19.08 എന്ന് ലെങ്തിന്റെ സ്ഥാനത്ത് 19.08 എന്ന് എഴുതുക. 19.08 ഇവിടെ 19.08. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു 75 സെന്റിമീറ്റർ. 70 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് തന്നത്. അപ്പൊ ഇതിന് മീറ്ററിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എല്ലാ യൂണിറ്റും മീറ്ററിലായിരിക്കണം. 0.70 എഴുതുന്നു. ഡെപ്ത് എന്ന് പറയുന്ന 0.75 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ അത് കിട്ടിയത് എവിടെ നിന്നാണ് നമുക്ക് ഇവിടെ നോക്കാം. 19.08 കിട്ടിയത് നിങ്ങൾക്ക് അറിയായിരിക്കും. മറ്റോടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതില് ഇവർ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ഗ്രൗണ്ട് ലെവലിന്റെ
70 സെന്റിമീറ്റർ ആണ് വീതി. അപ്പൊ നമ്മൾ ഇവിടുന്ന് സെൻട്രൽ ലൈൻ എടുത്തു, അത് ഇൻറ്റു 0.70. ഇനി ഹൈറ്റ് എന്ന് പറയുന്ന അടിയിൽ 15 സെന്റിമീറ്റർ കനത്തിന് BCC ചെയ്യുന്നു, അതിന്റെ മുകളിൽ 60 സെന്റിമീറ്റർ കനത്തിന് ഇതും ചെയ്യുന്നു, പാറയും കിട്ടും. അപ്പൊ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 75 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിട്ടിയ 19.08 11.08 ഇൻറ്റു അടുത്ത് ഇവിടെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.70 ഇൻറ്റു 15 + 60, അപ്പോ 0.75. അപ്പൊ ഇത് ഇത്രയും കൂടെ ഗുണിക്കുന്നതാണ് നമുക്ക് ഈ വീടിന്റെ ഔട്ടറിൽ ചെയ്യാനായിട്ട് ആവശ്യമായ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എത്ര m³ വേണമെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന വീടിന്റെ ലെങ്തിൽ നിന്നും ഔട്ടർ ലെങ്തിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുന്നു, ബ്രെഡ്ത്തിൽ നിന്നും വാൾ തിക്നെസ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.36 ആണ്. അപ്പൊ 6.36 + 3.18 ഇൻറ്റു 2, അപ്പൊ നമുക്ക് 19.08. ഇനി നമുക്ക് ഇവിടുത്തെ ഡിസൈൻ തന്നിട്ടുണ്ട്. ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.70 ആണ്. അപ്പൊ 0.70 ഇൻറ്റു 0.75. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഡെപ്തിൽ നമുക്ക് കുഴിക്കണമെന്ന് മനസ്സിലാവും. ഓക്കെ, ഒരാൾക്ക് പറയാമോ ഇതെന്താണ് ഞാനിപ്പോ പറഞ്ഞതെന്ന്, ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നത്? പറഞ്ഞേക്കൂ സാറേ. നമ്മൾ ടോട്ടല് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആണ് ഇപ്പൊ കണ്ടെത്തിയത്. ആ ലെങ്ത് 2 L+ വെച്ചിട്ട് കണ്ടെത്തി. ആ ബ്രെഡ്ത്ത് ഫിഗറിൽ നിന്ന് 0.7 എക്സ്കവേഷന്റെ ആ ടോട്ടൽ എടുത്തിരുന്നത്. ഹൈറ്റ് വരുന്നത് 0.75, 60 + 50. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൾ റൗണ്ട് കിട്ടും. പക്ഷെ ഇനി ഒരു കാര്യം കൂടിയാണ്, ക്രോസ് വാൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുക. എന്നാൽ ഇത് കൺഫ്യൂസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഞാനിപ്പോ ദാ ഒരു പോയിന്റ് പറയാം. നമ്മൾ ഒരു വാള് ഞാൻ ഇങ്ങനെ കെട്ടുന്നു, ഇവിടെ ഒരു വാൾ കെട്ടുകയാണ്. ഈ ഔട്ടർ വാള് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന കണക്ക് തന്നെ 18 സെന്റിമീറ്റർ ഞാൻ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്, ഈ വീടിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ടു ഇൻസൈഡ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ഇൻസൈഡ്, ആ ഇൻസൈഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സെൻട്രൽ ഡിസ്റ്റൻസിൽ നിന്നും, അതായത് ഈ റൂമിന്റെ ഉള്ള 300 ആണെന്ന് തന്നേക്കും, അതിന്റെ കൂടെ ഒരു വാൾ തിക്നെസ് കൂടെ കൂട്ടുക. എന്താണ് ഒരു വാൾ തിക്നെസ് കൂടെ കൂട്ടുക എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ നിന്ന് ഈ ഭിത്തിയിൽ നിന്ന് ഇൻസൈഡ് മെഷർമെന്റ് ആണ് 300. ഇവിടെ നിന്നും ഒരു 9 സെന്റിയും കൂടെ പോകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സെൻട്രൽ ലൈനിലേക്ക് വരും. തിരിച്ച് ഇപ്പുറത്തുനിന്നും ഒരു 9 സെന്റിയും കൂടെ വരുമ്പോൾ അടുത്ത സെൻട്രൽ ലൈൻ വരും. അപ്പോൾ നമ്മൾ പറയുന്നത് 2 തിയറി മാത്രം പഠിക്കുക. ഒന്ന്, ഔട്ടർ ഡയമെൻഷനിൽ നിന്ന് ഒരു വാൾ തിക്നെസ് കുറയ്ക്കുമ്പോൾ ഔട്ടറിന്റെ സെൻട്രൽ ലൈൻ കിട്ടും. ഇൻസൈഡ് മെഷർമെന്റിന്റെ കൂടെ ഒരു വാൾ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസൈഡിന്റെയും സെൻട്രൽ ലൈൻ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഔട്ടറിൽ നിന്നും ഒരു വാൾ തിക്നെസ് കുറയ്ക്കുമ്പോൾ ഔട്ടറിന്റെ സെൻട്രൽ ലൈൻ കിട്ടും. ഇൻസൈഡിന്റെ സെൻട്രൽ ലൈൻ കിട്ടാനായിട്ട് ഇൻസൈഡ് പ്ലസ് ഒരു വാൾ തിക്നെസ്, മറ്റിടത്ത് മൈനസ് ചെയ്യുന്നു, ഇവിടെ പ്ലസ് ചെയ്യുന്നു. ഈ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ നമുക്കുള്ളത് 300 ആണ് റൂമിന്റെ ഉള്ളിൽ. അതിന്റെ കൂടെ 9 സെന്റിമീറ്റർ ഇവിടെയും കൂട്ടി, ഇപ്പുറത്തും 9 സെന്റിമീറ്റർ, അപ്പോൾ 18 ആയി. അപ്പൊ 318 ആണ് നമ്മുടെ റൂമിന്റെ സെന്റർ ടു സെൻട്രൽ ഡിസ്റ്റൻസ്. അതായത് എനിക്ക് ഈ ക്രോസ് വാൾ എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ ഒരു വാള് കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ക്രോസ് വാളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു യൂണിറ്റ്. അത് കാണാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇൻസൈഡ് മെഷർമെന്റ് പ്ലസ് ഒരു വാൾ തിക്നെസ്, അപ്പൊ 3 + 0.18 = 3.18 എന്ന് കിട്ടും. ഇത് ഒരാൾക്ക് പറയാമോ എങ്ങനെയാണ് 3.18 കിട്ടുന്നതെന്ന്? ഒരാളൊന്ന് പറയും 3.18 കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ മ്യൂട്ട് മാറ്റിക്കൊണ്ടേ, പറഞ്ഞോളൂ. നമ്മൾ ഔട്ടർ ഇൻസൈഡ് പറഞ്ഞു.
ഇൻസൈഡ് വാൾ ആയതുകൊണ്ട് സെൻട്രൽ ലൈൻ മെത്തേഡ് അനുസരിച്ച് ഉം, ഇന്നർ ഡിസ്റ്റൻസിന്റെ കൂടെ ഉം. വോൾ തിക്നെസിന്റെ ഹാഫ് ആഡ് ആ ചെയ്യുക, പകുതി. ആ അല്ല, അതിന് ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു. ഒരു സൈഡിലാണ് ഹാഫ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 18 കൂട്ടണം. 18. ആ ഓക്കെ, അതായത് ഒരു വാൾ തിക്നെസ് കൂട്ടണം. ഇവിടെ ഹാഫ് വാൾ തിക്നെസ് നിങ്ങൾ കൂട്ടേണ്ടി വരും ഈ സൈഡിൽ. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വാൾ തിക്നെസിന്റെ പകുതി കൂട്ടേണ്ടി വരും. അപ്പൊ 2 പകുതി കൂടെ കയറുമ്പോൾ എത്രയായി? ഫുൾ വാൾ തിക്നെസ് ആയി. അതായത് 3 പ്ലസ്, അതായത് ഇൻസൈഡ് മെഷർമെന്റ് പ്ലസ് ഒരു വാൾ തിക്നെസ്. അതുകൊണ്ടാണ് 300 പ്ലസ് 18. അങ്ങനെയാകുമ്പോൾ 318 എന്ന് വരും. ഒന്നുകൂടി പറയാമോ? വേറെ പറഞ്ഞാൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. 318 കിട്ടുന്നത് എങ്ങനെയാണ്? അതിന്റെ തിയറി എന്താണ്? ഇൻസൈഡ് ഡയമൻഷൻ പ്ലസ് 1 വാൾ തിക്നെസ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 6.36 കിട്ടിയത് എങ്ങനെയാണ്? outside wall plus ടോട്ടൽ one ഡയമെൻഷൻ wall മൈനസ് ഒരു വാൾ തിക്നെസ്. thickness. ഔട്ടറിൽ വരുമ്പോൾ മൈനസും ഇൻസൈഡിൽ വരുമ്പോൾ പ്ലസ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇത് തിരിഞ്ഞു പോരുന്നു. ഔട്ടറിൽ വരുമ്പോൾ ഒന്ന് മൈനസ് ചെയ്യണം, ഇൻസൈഡിൽ വരുമ്പോൾ ഒന്ന് പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 3.18 ആണ് നമ്മുടെ ഇൻസൈഡ് മെഷർമെന്റ്. ഓക്കെ, പക്ഷെ ഇനി നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഈ സെൻട്രൽ മൈൻ മെത്തേഡിലെ ഏറ്റവും വലിയ ഡിഫക്റ്റ്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഞാൻ ഈ വാൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ വാളിന്റെ ഇത്രയും കാര്യങ്ങൾ, അതായത് ഞാൻ ആദ്യത്തെ എടുത്തല്ലോ, ആ എടുത്ത് കഴിയുമ്പോൾ 0.35 ഇങ്ങോട്ടും 0.35 അങ്ങോട്ടും എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വാളിന്റെ ഈ 0.35 കൂടെ ഇവിടെ നിന്ന് കുറയേണ്ടി ഇവിടെ വരും. കാര്യം അത്രയും കുറച്ച് നിങ്ങൾ എടുത്താൽ മതിയാവും. എന്തിന്? എർത്ത് വർക്ക് എക്സ്കവേഷൻ. ശരി, നമുക്ക് ആ കാര്യം, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഇൻസൈഡിൽ ഇത്രയും വലിയ ഇങ്ങനെയായിരിക്കും കുഴി കിടക്കുന്നത്. ഇതുപോലെ 3.35 പുറത്തേക്കും വരും. ഇങ്ങനെ വിസ്താരത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ അകത്ത വാള് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഈ 3.18 ചെയ്യേണ്ട കാര്യമില്ല. പകരം ഇവിടെ ഒരു 0.35 കുറഞ്ഞു കിട്ടും. ഇവിടെയും ഒരു 0.35 കുറച്ച് നമ്മൾ ചെയ്താൽ മതിയാവും. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും നമ്മുടെ വർക്കൊക്കെ നടക്കുന്ന സൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. എന്നിട്ട് അവിടെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ എഫക്റ്റ് എന്ന് മനസ്സിലാക്കും. പക്ഷെ നിങ്ങളിപ്പോൾ 3.18 കിട്ടിയത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? 3.18 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് കുറയുന്നത്, കുറയുന്നുണ്ടോ ഇല്ലയോ? ഇതിപ്പോൾ നമ്മൾ തിയറിയിലാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ കുറയുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് കുറയുന്നത്. നമുക്ക് നോക്കാം. ശരി, നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കാം, എൻ്റെ ഒരു സെൻട്രൽ ലൈൻ മെത്തേഡില് ഞാൻ ഔട്ടർ ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയും. ഇതാണ് ഔട്ടറിന്റെ സെൻട്രൽ ലൈൻ. ഇതാണ് എൻ്റെ ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ. ഇവിടെ ഒരു ക്രോസ് വാൾ വന്നിട്ടുണ്ട്, ഇതിന്റെ സെൻട്രൽ ലൈൻ ഇതാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു 0.35 കൂടുതൽ വിസ്താരത്തിലാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്രയാണോ എൻ്റെ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് അതിന്റെ പകുതി ഇവിടെ കുറച്ച് ചെയ്താൽ മതി. ഇതുപോലെ അപ്പുറത്തും വരും. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്രോസ് വാളുകൾ വന്ന് ചേരുന്ന സമയത്ത് അവിടുത്തെ വിഡ്ത്ത് കൂടുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് കൂടെ നമ്മൾ കുറച്ച് ചെയ്താൽ മതിയാണ്. ഇത് എവിടെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എർത്ത് വർക്ക് എക്സ്കവേഷനിൽ അത് മാറും. രണ്ടാമത് നമുക്ക് ഇവിടെ മാറുമെന്ന് നോക്കാം. സർ, ആ പറയൂ. അപ്പോ എക്സ്കവേഷന്റെ ഇന്നർ വാൾ എന്ന് വെച്ചാൽ ക്രോസ് വാൾ എടുക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷൻ വിഡ്ത്ത് കുറക്കണം എന്ന്. അത്രേ ഉള്ളൂ. അത് ഞാൻ അതേപോലെ അത്രേ ഉള്ളൂ. ബേസ്മെന്റിന്റെ എടുക്കുമ്പോ ബേസ്മെന്റിന്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോ ഒരു ബേസ്മെന്റിന്റെ അത്രേ ഉള്ളൂ. വാൾ എടുക്കുമ്പോ ഒരു വാളിന്റെ ഓക്കെ, വിഡ്ത്ത് കുറക്കണം. മനസ്സിലായി. ഞാൻ ബാക്കിയുള്ളവർ കൂടെ ഒന്ന് സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വെരി ഗുഡ്.
പറഞ്ഞത് മനസ്സിലായാൽ വളരെ സന്തോഷം. എങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാത്തവരൊന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് വരുന്നത് ഇതിന്റെ സെൻട്രൽ ലൈൻ, നമ്മൾ വരച്ചതിന്റെ സെൻട്രൽ ലൈൻ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇവിടെ ഒരു 0.35 കുറഞ്ഞു. അതായത് 70ന്റെ പകുതി ആയ 35 അവിടെ കുറഞ്ഞു. അപ്പുറത്തും ഒരു 35 കുറഞ്ഞിട്ട്. അതായത് ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈനിൽ നിന്നും അവിടെ ഫൗണ്ടേഷന്റെ വിടുത്ത് ഇപ്പൊ 70 ആണെങ്കിൽ 70 കുറയ്ക്കണം, 35 ഇത് 60 ആണെങ്കിൽ 60 കുറയ്ക്കണം, 45 ആണെങ്കിൽ 45 കുറയ്ക്കണം. ഇനി നോക്കാം, നമുക്ക് 60ന്റെ നോക്കാം. എങ്ങനെയാണ് ബേസ്മെന്റ് കെട്ടിയപ്പോ എങ്ങനെ വന്നെന്ന് നിങ്ങൾ നോക്കൂ. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വാള് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കോളൂ. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇതിന്റെ സെൻട്രൽ ലൈനിൽ കൂടി ഇങ്ങനെ വെട്ടി. അപ്പൊ ഇവിടെ നിന്ന് ഈ വരുന്ന വാളിന് ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 സെന്റിമീറ്റർ കൂടെ കുറച്ച് ചെയ്താൽ മതിയാവും. അപ്പുറത്തെ സൈഡിലും 35 സെന്റിമീറ്റർ കുറഞ്ഞു. അപ്പോൾ ഈ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് സെൻട്രൽ ലൈൻ മൈനസ് എത്രയാണോ നമ്മൾ കുഴിക്കുന്നത് അതിന്റെ വിടുത്ത്. അപ്പോൾ നമ്മൾ 70 സെന്റിമീറ്ററിന്റെ വാനമാണെങ്കിൽ 70 സെന്റി കുറയ്ക്കുക, 3.18 നിന്നും 70 കുറയ്ക്കുക. 60ന്റെ ആണെങ്കിൽ 3.18 നിന്നും 60 കുറയ്ക്കുക. 45 ആണെങ്കിൽ 45 കുറയ്ക്കുക. 30 ആണെങ്കിൽ 30 കുറയ്ക്കുക. 18 ആണെങ്കിൽ 18 കുറയ്ക്കുക. ഏതാണോ വരുന്നത് അത് നമ്മൾ കുറയ്ക്കുക. ഇനി നോക്കുക, നിങ്ങൾ പാറകെട്ടിലാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, പാറകെട്ട് നോക്കാം. പാറകെട്ടില് നോക്ക്, ഇവിടെ നോക്കാം. ഇതായിരുന്നു എൻ്റെ 60 സെന്റിമീറ്ററിന് ഞാൻ ഇങ്ങനെ പാറകെട്ടി. അപ്പോ ഇങ്ങോട്ട് 30 സെന്റി വരും. അതുകൊണ്ട് ഇതിന്റെ സെൻട്രൽ ലൈൻ എടുക്കുമ്പോൾ ഈ 30 സെന്റിയുടെ നീളം കുറഞ്ഞു. ഓക്കെ ആണോ? ഈ 30 സെന്റി ഇവിടെ കുറയുന്നതുകൊണ്ട് അപ്പുറത്തും ഒരു 30 സെന്റി. അപ്പൊ ഇതിന്റെ ലെങ്ത് 3.18 ഈ സെൻട്രൽ ലൈൻ ടു സെൻട്രൽ ലൈൻ. ഇവിടത്തെ സെൻട്രൽ ലൈനിൽ നിന്നും അപ്പുറത്തെ സെൻട്രൽ ലൈനിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് 3.18. അത് എല്ലായിടത്തും സെയിം. അപ്പൊ 3.18 നിന്നും എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 70 കുറയ്ക്കണം. PCC ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് വർക്കിന്റെ അതേ വീതിക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 3.18 നിന്നും 3.18 ആദ്യത്തിന് 3.18 മൈനസ് 7.70, അടുത്തതിന് 3.18 മൈനസ് 0.60, അടുത്തതിന് 3.18 മൈനസ് 0.45. ഇങ്ങനെ നമ്മൾ കുറയ്ക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ബേസിക് കാര്യം ഈ ക്രോസ് വാളിന്റെ ഇതിൽ ഈ കുറയ്ക്കുന്നതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ശരിക്കും എപ്പോഴും ക്രോസ് വാളുകളാണ് ഇട്ട് പണി തരുന്നത്. ശരി, നമുക്ക് അടുത്ത ബേസ്മെന്റിനോട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എസ്റ്റിമേഷനിലേക്ക് പോവാം. അവിടെ ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ബേസ് ഇത് കെട്ടുന്ന സമയത്ത് ഞാൻ ബേസ്മെന്റിന്റെ പാറകെട്ടിന്റെ റബിൾ ഇതൊന്നുകൂടെ പറയാം. 6 നോക്ക്, ഇതാണ് എൻ്റെ സെന്റർ. അപ്പൊ ഇവിടെ നിന്ന് 30 സെന്റിമീറ്റർ നമുക്ക് ഇവിടം വരെ ഉള്ളതാണ് നമ്മുടെ 3.18 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. പക്ഷെ ഈ 3.18 ഞാനിവിടെ പാറ കെട്ടേണ്ട കാര്യമില്ല. ഇതിന്റെ വിഡ്ത്ത് 30 ആയതുകൊണ്ട് ഈ 30 സെന്റി ഇവിടെ കുറയും, അപ്പുറത്ത് 30 കുറയും. അതായത് 60ന്റെ പകുന്ന് കുറച്ചാൽ മതി. ഇനി ഇത് 45 ആണെങ്കിലോ നോക്കാം. 45 ആകുമ്പോൾ നോക്കാം. ന്റെ കേസിൽ നിങ്ങൾ നോക്ക്. ന്റെ കേസിലും സെയിം കേസാണ്. നമ്മൾ ആൾറൗണ്ട് എടുത്തു. ആൾറൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ 45 വീതിയിൽ ഇവിടെ പാറ കെട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സെൻട്രൽ ലൈൻ ഇവിടെ നിൽക്കുകയാണ് 3.18. അപ്പൊ അതുകൊണ്ട് ഇവിടെ 45ന്റെ പകുതിയായ 22.5 കുറച്ച് ചെയ്താൽ മതിയാവും. ഇതുപോലെ ഒരു 22.5 അപ്പുറത്തും വരും. അങ്ങനെയാണ് നമുക്ക് 45 കുറയ്ക്കേണ്ടത്. അപ്പോൾ ക്രോസ് വാള് എന്ന് പറയുന്നത് മൈനസ് ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ മൈനസ് എന്താണോ നമ്മൾ അവിടെ ചെയ്യുന്നത് അതിന്റെ വിഡ്ത്ത് കുറച്ചിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത്. നമുക്കൊന്നുകൂടെ തുടക്കത്തിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒന്നിന്റെ ഔട്ടർ വാൾ.
ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കേസിൽ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഔട്ടർ വാൾ മൈനസ് ഒരു വാൾ തിക്നെസ്. അപ്പൊ നമുക്ക് സെൻട്രൽ ലൈനായി 18 ഈ 18. ഇനി നമ്മൾ പറഞ്ഞു ഇന്നർ വാൾ പ്ലസ് ഒരു വാൾ തിക്നെസ്. അപ്പൊ നമുക്ക് സെൻട്രൽ ലൈനായി. ഇനി ആദ്യം നമ്മൾ എഴുതുന്നത് ഔട്ടർ അതേ കണക്ക് തന്നെ എഴുതുക. പക്ഷെ ഇന്നറിന്റെ ക്രോസ് വരുന്ന സമയത്ത് ആ 3.18 നിന്നും ഒരു 70 സെന്റിമീറ്റർ ആണ് നമ്മൾ ആദ്യത്തെ എർത്ത് വർക്ക് എക്സ്കവേഷൻ വരുന്നതുകൊണ്ട് 70 സെന്റി നമ്മൾ അവിടുന്ന് കുറയ്ക്കുക. അങ്ങനെ നമുക്ക് അപ്പൊ ഇവിടെ നമ്മൾ 70 സെന്റി കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതാണ് നമുക്ക് കിട്ടുന്നത്. നോക്ക് 12.19.08 0.7 0.75. അപ്പൊ നമുക്ക് 10.017 എന്ന ക്യൂബ് കിട്ടും. അടുത്തത് ലെങ്ത് ആ ക്രോസ് വാൾ വരുമ്പോൾ 3.18 ആണ്. അതിൽ നിന്നും ഒരു 0.7 കുറയ്ക്കുക. അപ്പോൾ 2.48 ഇൻറ്റു 0.7 ആണ് നമ്മുടെ അതിന്റെ വിഡ്ത്ത്. അതിന്റെ ഡെപ്ത് 0.75 ആണ്. അങ്ങനെ നമുക്ക് ടോട്ടല് നമുക്ക് കിട്ടുന്നത് അതിന്റെ ക്വാണ്ടിറ്റി കിട്ടും. എന്നിട്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 800 ആണ്. ആ 800 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരുന്നത് 8013 രൂപയാണ് നമ്മുടെ റേറ്റ്. ഇനി അടുത്ത എം ക്യൂബ് 800 ആണ്. അപ്പൊ അതിന്റെ കൂടെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ 10,1041 ആണ് ഇവിടുത്തെ റേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഐറ്റം തീരുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് പറയാമോ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന്? ഈ 2.48 കിട്ടിയത് ഒരാൾ പറഞ്ഞാൽ മതി. ഒരാൾക്ക് പറയാമോ ഈ 2.48 കിട്ടിയത്? ആ പറഞ്ഞോളൂ, പറയൂ. 2 into plus b. കേട്ടില്ല. 2.48 കിട്ടിയത്. Two. ഇതിന്റെ ഇന്നർ ഡയമെൻഷൻ ഇപ്പൊ 300 ആണെങ്കിൽ അതിൽ നിന്ന് ആ ഒരു എക്സ്കവേഷന്റെ വിട്ട് അത് കുറക്കുക. അപ്പോ 300 മൈനസ് ആ വിട്ട് 0.7 അല്ലേ? അപ്പൊ അത് കുറച്ചാൽ 2.48 കിട്ടും. ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, അങ്ങനെ 1.302 കിട്ടും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒരാൾക്കൂടെ ഒന്ന് പറയാവോ? സാർ ആദ്യം റൂമിന്റെ ഇന്നർ ഡയമെൻഷന്റെ വാൾ എടുക്കുക. സോറി, ആ റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ എടുക്കുക. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു വാൾ തിക്നെസ് കൂട്ടിയതിന് ശേഷം നമ്മുടെ ഏറ്റവും താഴെ വരുന്ന ഫൗണ്ടേഷന്റെ PCC വിഡ്ത്ത് എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ സാർ കാണിച്ച വർക്കിൽ. അപ്പോൾ അതിൽ 70 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഇതിലും കുറയ്ക്കുക. അതായത് ഒന്നുകൂടെ പറയുമ്പോൾ നമ്മൾ ഇന്നർ വാളിന്റെ ഡയമെൻഷൻ എടുത്തിട്ട് ഒരു വാൾ തിക്നെസ് കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് എർത്ത് വർക്ക് എക്സ്കവേഷൻ കണ്ടുപിടിക്കാനായിട്ട് PCCയുടെ വിഡ്ത്തായ 70 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഇന്നർ വാളിന്റെ എത്രയാണ് ഡെപ്തിൽ കുഴിക്കേണ്ടതെന്നുള്ള കുറച്ചതിന് ശേഷം അതിന്റെ കൂടെ L/B, അതായത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റും കൂടെ കാണുമ്പോഴത്തേക്ക് അതിന്റെ വോളിയം കിട്ടും, എത്ര എം ക്യൂബ് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ആ PCC കൂടെ ഒന്ന് ചെയ്യാം. PCC ചെയ്യുമ്പോൾ ഇതിന്റെ ആകെ ഒരു വ്യത്യാസം ഡെപ്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് തിക്നെസ്സിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇവിടെ 0.15 എന്നാകും, അത്ര മാത്രമേ. ബാക്കിയെല്ലാം സെയിം ആണ്. എന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ തിക്നെസ് മാത്രം, അതായത് വിഡ്ത്തും കാര്യങ്ങളും എല്ലാം കൃത്യമാണ്. അപ്പോൾ ഒന്ന് പറയാമോ, ഒരാൾക്ക് പറയാമോ? അതായത് PCC എന്ന് എഴുതുക 1:1 തന്നെയാണ്, 11.782 തന്നെയാണ്, ബ്രെഡ്ത്ത് 0.70 തന്നെയാണ്, ഡെപ്ത് മാത്രം 0.15 എന്ന് വരും. അതുപോലെ അടുത്തത് ഇന്നർ വാൾ.
അതിനും ഇതേ കണക്ക് തന്നെ 1 × 1 തന്നെ, 2.48 തന്നെ, 0.7 തന്നെ, 0.15 ആണ് തിക്നെസ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വരുമെന്ന് ഒരാൾക്ക് പറയാമോ? ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയും. എത്രയായിരിക്കും ക്വാണ്ടിറ്റി വരുന്നത്? ആകെ വ്യത്യാസം ഇതിൽ മാത്രമേ ഉള്ളൂ. 0.75 എന്നുള്ളത് 0.15 ആവും. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി? ഔട്ടർ വാളിന് 2.00 വരും. ഒരാൾ പറയൂ 2.04 ഇത് കിട്ടിയ ഡയമെൻഷൻ കിട്ടിയതെന്ന് പറയും, മെഷർമെന്റ് കിട്ടിയത്. നേരത്തെ എടുത്ത ഔട്ടർ വാളിന്റെ ലെങ്ത് ഇൻറ്റു ഈ PCC-യുടെ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് PCC-യുടെ ഹൈറ്റ് 0.15. അപ്പൊ നമുക്ക് 2.0034 കിട്ടും. ഓക്കെ ഓക്കെ. ഇൻറ്റു നമ്മുടെ അതേപോലെ ഒരു M3ന്റെ റേറ്റ് നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് റേറ്റ് 7500. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എമൗണ്ട്. കറക്റ്റ് എമൗണ്ട്. പിന്നെ ഇന്നർ വാള് നേരത്തെ എടുത്ത സെയിം എക്സ്കവേഷന്റെ ആ ലെങ്ത് തന്നെ ഇതേപോലെ ബ്രെഡ്ത്തും ഡെപ്തും 0.15 ആണ് അതിന്റെ ഇത് വരിക. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.2604 കിട്ടും. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 7500 ആണ്. അപ്പൊ നമുക്ക് എമൗണ്ട് 1953. ഓക്കെ. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെയാണ് സാർ. ആ ശരി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൂടെ പഠിക്കുന്ന അതോ നമുക്ക് പാറകെട്ട് അടുത്ത ദിവസം പഠിച്ചാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായത്തിന് ചെയ്യാം. പഠിക്കാം. ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൂടെ നോക്കാം. അടുത്തതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ എഴുതേണ്ടത് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? സെൻട്രൽ ലൈൻ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പൊ ഇത് കണക്ക് തന്നെയാണ്. അപ്പോൾ 1 ഇവിടെ എഴുതുക. അടുത്തത് നമ്പർ ഓഫ് ഐറ്റംസ് 1 തന്നെയാണ്. 19.08 എന്ന് പറയുന്ന ഔട്ടർ ഡയമെൻഷനും വ്യത്യാസമില്ല. അതും ഇതേ കണക്ക് എഴുതുക. പക്ഷെ നമ്മൾ പാറ കെട്ടുന്നതിനെ നമ്മളൊന്ന് നോക്കുക. പാറ കെട്ടുന്നത് നമ്മൾ കണ്ടത് എത്രയായിരുന്നു? പാറകെട്ടിന്റെ വിഡ്ത്തിലേക്ക് നമുക്ക് പോകാം. 60 സെന്റി ആയിരുന്നു നമ്മുടെ പാറകെട്ടിന്റെ വിഡ്ത്ത്. അതിന്റെ ഡെപ്ത് ആയിട്ട് നമുക്ക് തന്നിരുന്നതും പാറകെട്ടിന്റെ വിഡ്ത്തായിട്ടും ഡെപ്ത് ആയിട്ടും നമുക്ക് തന്നിരുന്നത് 60 × 60 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 70 കടന്നിടത്തെല്ലാം 60 കൊടുക്കുക. ഓക്കെ. അപ്പോൾ 70 ആണ് എന്നുള്ളത് 60 ആയിട്ട് മാറും. ഇതിന്റെ താഴ്ചയും 60 ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ 60 × 60 എന്നുള്ള നിലയിലേക്ക് ഇത് വരും. അപ്പൊ ഇവിടെ 60 × അപ്പൊ നമ്മളിവിടെ എഴുതുമ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഇവിടെ വിഡ്ത്തായിട്ട് എഴുതുന്നത് 60 ആണ്. അപ്പൊ ഇവിടെ 0.60 എന്ന് എഴുതുക. ഇനി പാറകെട്ടിന്റെ അടുത്ത ഇത് എന്ന് പറയുന്ന അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.60 ആണ്. അപ്പൊ ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര M³ വേണമെന്ന് കിട്ടും.
പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് വാൾ വരുമ്പോൾ നമ്മളിവിടെ 2.48 കിട്ടിയത് നിങ്ങൾക്കറിയാം. 3.18 ഒരു വാൾ തിക്നെസ് കുറച്ചപ്പോഴാണ് നമുക്ക് 2.48 കിട്ടും. വാൾ തിക്നെസ് മീൻസ് 0.70. ആ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് നമ്മൾ കുറച്ചു. അപ്പൊ ഇവിടെയും അടുത്ത് ക്രോസ് വാളിൻ്റെത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 3.18 മൈനസ്, നിങ്ങൾ സൈഡിൽ എഴുതുക, 3.18 മൈനസ് 0.60. കാര്യം 60 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ വാളിന്റെ തിക്നെസ്. അപ്പൊ 60 സെന്റിമീറ്റർ കുറയ്ക്കുക. എന്തിനാണ് ഈ 60 സെന്റിമീറ്റർ കുറച്ചെന്ന് ആൾക്കെങ്കിലും പറയാമോ? എന്തിനാണ് ഞാൻ ഈ 60 സെന്റിമീറ്റർ കുറച്ചത്? നേരത്തെ PCC ചെയ്ത പോലെ തന്നെ ആ. ഇവിടെ ആ. വാൾ തിക്നെസ്, ഇന്നർ ഡയമെൻഷൻ പ്ലസ് വാൾ തിക്നെസ് മൈനസ് നമ്മളുടെ ഒരു ഫൗണ്ടേഷന്റെ വിഡ്ത്ത് കുറക്കുക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ക്രോസ് വാളിന്റെ അഡ്വാൻറ്റേജ്. അതായത് ഒരെണ്ണത്തിൻ്റെത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിഫറൻസ് വരുന്നത് ഓരോ ക്രോസ് വാളുകളിൽ മാത്രമേ ഈ ഡിഫറൻസ് വരുന്നുള്ളൂ. അത് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാറകെട്ടിന്റെ റേറ്റ്. അപ്പോൾ 2.5 ഇൻറ്റു 0.6 ഇൻറ്റു 0.6. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബേസ്മെന്റ് പറയാമോ? ബേസ്മെന്റ് എങ്ങനെയായിരിക്കും? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ 1, ഇവിടെ 1. ആദ്യം 19.08, അത് അതേ കണക്ക് എഴുതുക. പിന്നെ അടുത്തത് ഇവിടെ 0.6 എന്നുള്ളത് നമ്മൾ നേരത്തെ പടത്തിൽ കണ്ടായിരുന്നു, 0.45 ആണ്. അതുകൊണ്ട് ഇവിടെ 0.45 എന്ന് എഴുതുക. ഡെപ്തിലും 0.45 എന്ന് എഴുതുക. അപ്പോൾ ഗുണിച്ചെഴുതുമ്പോൾ നമുക്ക് ആൾ റൗണ്ട് കിട്ടും. അപ്പോൾ സെൻട്രൽ ലൈനിന്, ആൾ റൗണ്ട് സെൻട്രൽ ലൈനിന് വ്യത്യാസമൊന്നുമില്ല. 19.08 ഇൻറ്റു 0.45 ഇൻറ്റു 0.45. എന്നാൽ ക്രോസ് വാൾ വരുമ്പോൾ എന്ത് വരുമെന്ന് ആർക്കെങ്കിലും പറയാമോ? ക്രോസ് വാൾ വരുമ്പോൾ ഇവിടെ എത്രയാവും എന്ന് പറയാമോ? റൂമിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ പ്ലസ് വാൾ തിക്നെസ് മൈനസ് ബേസ്മെന്റ് വിഡ്ത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ 3.18 മൈനസ് 3.18 മൈനസ് ഇവിടെ 0.6 നിങ്ങൾ കുറച്ചതിന് പകരം 0.45 കുറയ്ക്കുക. അപ്പൊ 3.18 മൈനസ് 0.45. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെയും 1 ഇൻറ്റു 1 എഴുതുക. എന്നിട്ട് -3.18 മൈനസ് 0.45. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും? ഒരാൾ പറയും. 2.73. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷന് എത്ര രൂപയായി എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ആ പാറകെട്ടിന്റെ റേറ്റ് 7000 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീടിന്റെ കൃത്യമായ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഈ റേറ്റ് വെച്ച് തന്നെയാണ് നമുക്ക് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തൊക്കെ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലത്തൊക്കെ ഏതാണ്ടൊക്കെ ഇത്രയൊക്കെ ആയിരിക്കും. ഇനി നിങ്ങൾ ഇതാണ് അവിടെയൊക്കെ കുറച്ച് സ്ഥലത്ത് കണ്ണൂർ, കാസർഗോഡൊക്കെ എനിക്ക് തോന്നുന്നു ലാറ്ററേറ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു M³ റേറ്റും എത്രയാണെന്ന് എനിക്കറിയില്ല. ഏതാണ്ടൊക്കെ ഇത്ര വരുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുന്നത്. എത്രയാണോ വാൾ തിക്നെസ് അത് നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ ലൈനിൽ നിന്ന് കുറയ്ക്കണം. അത്രയും. സർ, ഈ എക്സ്കവേഷന്റെ ഡെപ്ത് ഇനിയും കൂടുമ്പോൾ 1 മീറ്ററിനേക്കാളും കൂടുമ്പോൾ നമുക്ക് ഒരാൾക്ക് നിന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വിടണം എന്നൊക്കെ പറയില്ലേ? അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിലോട്ടൊക്കെ വരാം. ഇപ്പം നമുക്ക് ജനറൽ ആയിട്ടുള്ള, അതായത് ഞാനിപ്പോൾ പറഞ്ഞത് ആകെ ഒരു റൂമിൻ്റെതല്ലേ ഞാൻ പറഞ്ഞോളൂ. ഒരു റൂമിൻ്റെത് ഞാൻ പറഞ്ഞോളൂ. ഒരു റൂം നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ ഇത് ആ ഒരു റൂമിൻ്റെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. ഓക്കെ. ഈ വരയ്ക്കുന്ന ആളിൻ്റെ പേരൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ടിട്ട് വരയ്ക്കല്ലേ. ശരി.
സാറേ ഹലോ സാർ, ആ പറഞ്ഞു. ആ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്രോസ് വാള് ഇപ്പൊ കുറെ ആകുമ്പോ ഈ 0.70 കുറക്കുന്നത് മൾട്ടിപ്പിൾ ടൈംസ് കുറക്കേണ്ടി വരില്ലേ വലിയ പ്ലാനിലൊക്കെ അതിലോട്ട് ആകുമ്പോൾ? വരാം, അതിലോട്ട് വരാം. ഇപ്പൊ നിങ്ങൾക്ക് ബേസ് മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു ബേസ് സാർ. മനസ്സിലായെങ്കിൽ പിന്നെ നമുക്ക് വർഗം കണ്ടുപിടിക്കാനാണോ പാട്? നമ്മൾ എഞ്ചിനീയേഴ്സ് അല്ലേ. ഓക്കെ. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞാൻ വേറൊരു എളുപ്പമാർഗ്ഗം ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ കുറയ്ക്കാൻ നിൽക്കേണ്ടത്, നിങ്ങൾ കൂട്ടിയാൽ മതിയതേ. ശരിക്കും നിങ്ങൾ നോക്ക്, ഇവിടെ പോയിന്റ് 3.18 ആയിരുന്നല്ലോ അല്ലെ. ഈ 3.18 എന്ന് 0.70 കുറച്ചു, അപ്പോഴാണ് നമുക്ക് 2.48 കിട്ടിയത്. ഇനി നമ്മുടെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 7ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10. നിങ്ങൾ ഇതിനോട് 10 സെന്റി കൂട്ടിയാൽ മതി. ഇനി ഇവിടെ 0.6ഉം 0.45 ആണ്. അപ്പൊ ഇതിന്റെ വാൾ തിക്നെസ് എത്രയാ? വ്യത്യാസം എത്രയാ? 15. അതുകൊണ്ട് 2.5ന്റെ അടുത്തുകൊണ്ട് കൂടെ 15 കൂട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എക്സലിൽ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി തന്നെ. അതിലോട്ടൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ഒന്നും ആകേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നത്. ക്ലിയർ ആണോ? ആ സാർ ഓക്കെ. സാർ Clear ഓക്കെ. ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഈ ഒരു സെൻട്രൽ ലൈൻ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനേ ബുദ്ധിമുട്ടുള്ളൂ. ഇത് കണ്ടുപിടിച്ചാൽ ഇത് തന്നെയായിരിക്കും മിക്കവാറും PCC. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പൊ 10. അത് ഇതിന്റെ കൂടെ കൂട്ടിയാൽ ഇതായിരിക്കും ആൻസർ. ഇനി ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. അപ്പൊ 15. ഇതിന്റെ കൂടെ ഇത് കൂട്ടുന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഇങ്ങനെ ഒരു എളുപ്പമാർഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സലിൽ നമുക്ക് റെഡിയാക്കിയിടാം. അങ്ങനെ ആകുമ്പോൾ ആകെ മാറുന്നത് നിങ്ങളുടെ ഈ സെൻട്രൽ ലൈൻ്റെ ഇതും ക്രോസ് വാളും മാത്രമേ മാറുള്ളൂ. ഈ ഐറ്റംസ് എല്ലാം തന്നെ മിക്കവാറും ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മിക്കവാറും ഉള്ള ഡ്രോയിങ്സ് ഒക്കെ. ആ ഒരു നിലയിലേക്ക് നമുക്ക് മാറുമ്പോൾ എക്സലിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ചിലപ്പോൾ നമുക്കൊരു ഡെപ്ത് മാറി, അങ്ങനെയെങ്കിൽ ഡെപ്ത് മാത്രം മാറ്റുക. അതിനനുസരിച്ച് ഇവിടെ മാറിക്കോളും. എക്സൽ അറിയാവുന്നവർക്ക് ആ ഫോർമുല സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഒറ്റ ഷീറ്റ് മതി, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ എഴുതി കുണിക്കുന്നവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഇതൊന്നുമില്ല. എക്സൽ അറിയാവുന്നവർക്ക് ഈ ഫോർമുല സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും എക്സൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടിരുന്നാൽ നിങ്ങൾക്ക് ഇതെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഏതൊരു വീടിൻ്റെയും എത്ര വലിയ വീടോ ആയിക്കോട്ടെ അതിൻ്റെ സെൻട്രൽ ലൈൻ മാത്രം കണ്ടുപിടിക്കുക, ഓരോ ക്രോസ് വാളുകളും കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഇതെല്ലാം കണ്ടിന്യൂറ്റിയാണ്. 0.70, 0.60, 0.45. അപ്പൊ ഇവിടെ എത്രയാണോ നമ്മൾ ഫോർമുല സെറ്റ് ചെയ്യുക, ഇവിടെ എത്രയാണോ അതിൽ നിന്നും ഇത് കുറയ്ക്കുക, എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ ഇത്. ഇനി അടുത്ത് ഇവിടെ എത്രയാണോ അതിൽ നിന്നും ഇത് കുറയ്ക്കുക, എന്നിട്ട് അത് ആ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇങ്ങനെ നമുക്കൊരു ഫോർമുല സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു കാര്യം ചെയ്യൂ, ഇത് നന്നായിട്ട് പഠിക്കൂ. പഠിച്ചതിൻ്റെ ബേസിക് തിയറി പഠിക്കൂ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനപ്പോൾ ആ ഗൂഗിൾ ഫോം ഒന്നിടാം നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ ഫോം ഇടാം നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടാനായിട്ട്, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ. ഇന്നിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എടുത്തത്. ഒത്തിരി കൂടിപ്പോയോ അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതി ഒരുപാട് ഇതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പോയാൽ മതിയെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇതെല്ലാം കുറച്ചുകൂടി സ്പീഡിൽ പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെ പോയാൽ മതി സാർ. ഓക്കെ, ഒരാൾ ചോദിച്ചേക്കുന്നത് സെറ്റ് ഔട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തരാമെന്ന് ചോദിച്ചേക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത്, നമുക്ക് കൃത്യ ടൈമിന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും എത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എസ്റ്റിമേറ്റ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഹലോ പറയൂ.
നമുക്ക് ഈ CAD ഡ്രോയിങ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് അതെ 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 മനസ്സിലാക്കാൻ അതെ ഒരു അതാ ഞാൻ ഇതുണ്ട്. പറഞ്ഞത്. ഒരുപാട് എളുപ്പ മാർഗങ്ങളുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ബേസിക് തിയറി അത് നിങ്ങൾ പഠിക്കും. പഠിച്ചിട്ട് നമുക്ക് CAD ഡ്രോയിങ്ങിൽ അല്ല ചെയ്യാം. സാറ് പ്ലാൻ ഒരു സ്വിഫ്റ്റ് പ്ലാൻ സ്വിഫ്റ്റ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ഓഫ്സെറ്റ് ഇട്ട മതി എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ശ്രദ്ധിച്ചില്ലായിരുന്നു? തുടക്കത്തിൽ അല്ല ഞാൻ സാറേ, ഞാൻ പറയണത് സാർ ഇപ്പൊ ഒരു ഇമേജും നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരല്ലേ. ആ അത് ആ ഇമേജിന് പകരം CAD ഡ്രോയിങ് നമ്മൾ ആ ഓഫ്സെറ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഒന്ന് പഠിക്കാൻ പറ്റൂല. ഈ പിക്ചറിന് പകരം CAD ഡ്രോയിങ്ങിന്റെ ഒരു വീഡിയോ വെച്ച് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണോ? ആ എന്താണ് നിങ്ങൾ വേറെ ഈ ആളാണോ അഭിപ്രായം ഈ പറയുന്നത്? ഈ പിക്ചറിന് പകരം നോർമൽ ഒരു ലാപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒരു CAD ഡ്രോയിങ്ങിന്റെ ഒരു ഇത് വെച്ച് ടൈം ഓഫ്സെറ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമാവൂലേ. ആണോ? എന്താണ് ബാക്കിയുള്ളവരുടെ ആ അഭിപ്രായം പറയും? ഞാനിപ്പോ വർക്ക് സൈറ്റ് ആണ് കാണിച്ചത്. ആ വർക്ക് സൈറ്റിന് പകരം CAD ഡ്രോയിങ്ങിലാണ് കാണിക്കുന്നതെങ്കിൽ എളുപ്പമാണോ? ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. വർക്ക് സൈറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ചോദിച്ചു. എന്നാ അല്ല, പറഞ്ഞു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നമുക്കിപ്പോ അല്ല, ഇപ്പൊ കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചത് പേരെന്താണ്? പേര് മുഹമ്മദ് അനസ്. മുഹമ്മദ് അൻസിന് കാര്യം മനസ്സിലായോ? ആ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ആ, വേറെയുള്ളവരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. എങ്കിൽ നമുക്ക് പോവാം. എനിക്കിതിപ്പോ രണ്ടും ഒരേ കണക്കാണ്. ആ, അല്ല, നമ്മളൊക്കെ ബേസ് ആയിട്ട് വരുന്നല്ലോ. അപ്പൊ ആ CAD ഡ്രോയിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇനി വർക്ക് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അതിന്നെ മാതിരിയാണ് നമുക്ക് അപ്പം മൈൻഡിൽ കയറുമല്ലോ. നമ്മള് ഈ പിക്ചറിൽ ചെയ്യാനായിട്ടില്ല. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടോ സാറേ. അല്ല, ഞാൻ ഈ പറഞ്ഞത് മുഹമ്മദ്, ഞാൻ ഇവിടെ പറഞ്ഞത് ആ, നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം കേൾക്കൂ. നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ, ക്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു എസ്റ്റിമേഷൻ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ആ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ സൈറ്റിൽ എന്ത് നടക്കുന്നു എന്നുകൂടി അറിയണം. രണ്ട്, അതിന്റെ ബില്ല് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചേക്കണം. അതായത് ഒരു ഓക്കെ പ്രൊഫഷണൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് ഓക്കെ പഠിച്ചിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ ഓഫീസ് വർക്ക് പഠിക്കണം. അതാണ് ഞാൻ ഇന്നിപ്പോ പഠിച്ചത്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് സൈറ്റിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഈ സൈറ്റിൽ ഓക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പഠിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ വാൾ തിക്നെസ് പഠിക്കുന്നു. വാൾ തിക്നെസ് പഠിക്കുമ്പോൾ 18 നമ്മുടെ വാൾ തിക്നെസ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് തയ്യാറ്. പക്ഷേ നിങ്ങൾ 18 കട്ട കിട്ടുന്നത്, 15 കട്ട കിട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സൈറ്റ് വർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 18 എടുക്കും. ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ 15 പൈസയെ കിട്ടും. അതായത് 50 ലക്ഷം രൂപ വർക്ക് പറയുന്നതിന്റെ 5 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നിങ്ങളെപ്പോലുള്ള ഫ്രഷേഴ്സിനെ ഒന്നും ഞങ്ങൾ ജോലിക്ക് വെക്കാത്തതിന്റെ ഏക കാരണവും ഇതായിരുന്നു. കാരണം നിങ്ങൾക്ക് ഓഫീസ് വർക്കേ അറിയാവൂ, സൈറ്റ് വർക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങളൊക്കെ ജോലിക്ക് വെക്കുന്നത് ഓഫീസ് വർക്കും സൈറ്റ് വർക്കും ബില്ലിങ്ങും അറിയാവുന്നവരെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു ജോലിക്കാരനാകാനല്ല. ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. അതിന് ഈ 3 കാര്യങ്ങളും അറിയണം. നമ്മളെല്ലാം തപാലിലൂടെ നീന്തൽ പഠിക്കുന്ന കണക്കാണ്. നമുക്ക് ക്വാണ്ടിറ്റി സർവേ പഠിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്ത് നടക്കുന്നു എന്ന് കണ്ടു പഠിക്കാതെ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുത്താൽ അത് തെറ്റും. അത് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ സാർ. ക്ലിയർ ആയോ? ക്ലിയർ ശരി. ക്ലിയർ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും CAD ഡ്രോയിങ് കൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ CAD ഡ്രോയിങ്ങിനേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പിക്ചർ എന്നാണ്. കാരണം ഈ പിക്ചർ വെച്ച് നിങ്ങൾക്ക് ബില്ല് തയ്യാറാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നല്ലൊരു എസ്റ്റിമേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ശരി. Okay, thank you all. Thank you, sir. Thank you, sir. Thank you, sir. താങ്ക് യു സാർ. Okay, thank you.